ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു പാരമ്പര്യമായിരുന്നു വൈകുന്നേരം കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന ഒരു പാരമ്പര്യം. നമ്മുടെ പഴയ തലമുറയിൽ വളരെ നിഷ്ഠയോടെ നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്തതാണ്. പക്ഷേ പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു നിഷ്ഠ പതിയെ പതിയെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. ഒരുപാട് തിരക്കുകളുണ്ടായി, മറ്റനേകം കാര്യങ്ങൾക്ക് പുറകെ പോയി. പതുക്കെ കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം പതുക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രാർത്ഥന എല്ലാ കാലത്തും പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഓർക്കണം. കാരണം ഒരു വീട്ടിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അലയടി ആ കുടുംബത്തിൽ, ആ പ്രദേശത്തിൽ, ആ സ്ഥലത്ത് മുഴുവനും വ്യാപരിക്കുകയാണ്. അതായത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുമല്ലോ. എല്ലാ വീട്ടിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും. ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന ഒരു വീട്ടിൽ നിന്ന് അകന്നു പോകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മുറിയിൽ കട്ട പിടിച്ച് ഇരുട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ബന്ധനം നടത്തിയാലും ആ ഇരുട്ട് പോകത്തില്ല. പകരം നമ്മളൊരു തിരി തെളിക്കണം. യഥാർത്ഥത്തിൽ നെഗറ്റീവ് കാര്യങ്ങളെ അകറ്റാൻ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ പറ്റുകയുള്ളൂ. അതായത് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ്. ആ കുടുംബ പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ പ്രാർത്ഥനയുടെ ഒരു പോസിറ്റീവ് എനർജി സംഭവിക്കുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ് എനർജിയെല്ലാം, പൈശാചിക ശക്തികളൊക്കെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് പ്രഭാഷകൻ 27:3 മനോഹരമായ ഒരു വചനമാണ്. പ്രഭാഷകൻ 27:3 ഇങ്ങനെയാണ്: ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. മറ്റെന്തൊക്കെയുണ്ടെങ്കിലും ദൈവഭക്തി, പ്രാർത്ഥന ഇതില്ലാത്തവന്റെ കുടുംബം പതുക്കെ നശിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ പറയാറുള്ളൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നും ഒരുമിച്ച് നിലനിൽക്കും. ആ കുടുംബത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവരൊരിക്കലും തകർന്നു പോവില്ല. അവര് പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യർക്ക് തുല്യരാണ്. അവര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാ കാലത്തും ഒരുമിച്ച് നിലനിൽക്കും. ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാവട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ കർത്താവ് കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ 2-3 പേർ ഏക മനസ്സോടെ ചോദിക്കുന്ന ഏതൊരു കാര്യവും ഞാൻ ചെയ്തു തരും. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഏക മനസ്സോടെ ചെയ്യുക, ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. നമുക്കറിയാവുന്ന പോലെ ദമ്പതികളുടെ അത്ര ഏക മനസ്സുള്ള, ഏകമായി തീരുന്ന വേറൊരു ബന്ധവും ലോകത്തിലില്ല. അവരൊരുമിച്ച് അവരുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസിന് വേണ്ടി സഭ മുഴുവൻ ഒരുമിച്ച് വേറൊരു സ്ഥലത്ത് ആരാധന നടത്തുകയായിരുന്നു. മർക്കോസിന്റെ ഭവനത്തിൽ ആരാധന നടത്തുകയായിരുന്നു. പത്രോസ് ആ സമയത്ത് ബന്ധനസ്ഥനായി തടവറയിൽ കിടക്കുകയാണ്. 2 പടയാളികളുടെ മധ്യേ കിടക്കുകയാണ്. ഒരു തരത്തിലും പത്രോസിന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ സഭ മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്ത് ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സംഭവിച്ച കാര്യം നമുക്കറിയാം. അവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുകയും പത്രോസിന്റെ ബന്ധനങ്ങൾ അടിച്ചു മാറ്റുകയും ചെയ്തു. ഇത് തന്നെയാണ് സഹോദരങ്ങളെ കുടുംബ പ്രാർത്ഥന നടക്കുന്ന ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഒരപ്പനും അമ്മയും കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ദൂരെയുള്ള അവരുടെ മകൾ അനുഗ്രഹിക്കപ്പെടും. കെട്ടുകൾ അടിക്കുവാൻ ഇതിലും വലിയ വേറൊരു സംഗതി ഇല്ല. കുടുംബത്തിന്റെ കെട്ടുകൾ, കുടുംബത്തിന്റെ ബന്ധനങ്ങളൊക്കെ അഴിയുവാൻ ഏറ്റവും നല്ല മാർഗം കുടുംബ പ്രാർത്ഥന നടത്തുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഒരുമിച്ച് ഒരേ മനസ്സോടെ കുടുംബ പ്രാർത്ഥന നടത്താൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥനയുടെ സമയം നമ്മൾ ഒഴിവാക്കരുത്. ഇന്നത്തെ കാലത്ത് മനുഷ്യന് അനേകം തിരക്കുകളുണ്ട്. എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന അനേകർക്കും എല്ലാവർക്കും തന്നെ ഒരുപാട് തിരക്കുകളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ കുറച്ചു നേരമെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാൻ, അതായത് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണേ. ഈശോ നിങ്ങളുടെ കുടുംബത്തിന് നാഥനായിട്ട് എന്നും വാഴാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ കണ്ടതുപോലെ നെഗറ്റീവ് എനർജികൾ, കെട്ടുപാടുകൾ, ബന്ധനങ്ങളെല്ലാം അഴിക്കാനുള്ള ഏറ്റവും നല്ല വഴി കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബത്തിലെ ബലിയർപ്പണമാണ് യഥാർത്ഥത്തിൽ കുടുംബ പ്രാർത്ഥന. പള്ളിയിലെ അൾത്താരയിൽ പുരോഹിതൻ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നുണ്ടല്ലോ. അതേ കർമ്മമാണ് കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു കുടുംബവും ചെയ്യുന്നത്.
അവരുടെ കുടുംബത്തിലെ ബലിയർപ്പണമാണ് എല്ലാ ദിവസവും വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കുടുംബങ്ങളെ വിശദീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കുടുംബ പ്രാർത്ഥനയിൽ ഒരിക്കലും അലസത കൈവരാതിരിക്കട്ടെ. ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇത് നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.